കുറച്ചു നേരം കൂടി അവിടെ അങ്ങനെ നിന്ന ശേഷമാണ് അവൻ മുറിയിലേക്ക് വന്നത്. അപ്പോഴും തൊട്ടടുത്ത ഫ്ലാറ്റിലെ മുറിയുടെ ജനവാതിലിന് പിറകിൽ നിന്നും അവൾക്ക് നേരെ നീണ്ടുവന്ന ആ നോട്ടം അവളോ അവനോ അറിഞ്ഞിരുന്നില്ല. അവൾ ചിരിച്ചുകൊണ്ട് കൈവീശി കാണിക്കുന്നത് ആരെയാവുമെന്നോർത്ത് അയാൾക്ക് ദേഷ്യം തോന്നി. ആ അപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും അയാളൊന്ന് ഓർത്തു നോക്കി. അവസാനം അത് 5-ാം നമ്പർ ഫ്ലാറ്റിൽ എത്തി നിന്നു. 5-ാം നമ്പറിലെ ശിവജിത്ത്. അതെ, അവിടേക്ക് തന്നെയാണ് അവൾ നോക്കിയത്. അതോർക്കുമ്പോൾ തന്നെ അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ദേഷ്യം കൊണ്ട് അയാൾ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. കണ്ണിന് മുകളിൽ കൈ മടക്കി വെച്ച് കിടക്കുകയായിരുന്നു അവൻ. ആലോചിക്കുമ്പോൾ അവനൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തു ചെയ്യും? എങ്ങനെ മുൻപോട്ട് ജീവിക്കും? ഒരു ജോലി, എന്തെങ്കിലും ഒരു ജോലി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. പക്ഷേ എങ്ങനെ? എവിടെ നിന്ന്? ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവും അവന് കിട്ടിയില്ല. ആ ചോദ്യങ്ങൾക്കിടയിൽ കിടന്ന് അവൻ ചുട്ടുപൊള്ളി. അവന് തലയ്ക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. കണ്ണുകൾ മുറുക്കി പിടിച്ച് അവൻ ആ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ തോറ്റുപോയി. കട്ടിലിൽ കിടന്ന തലയണയെടുത്ത് അവൻ മുറിയിലെ വാതിലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടും ദേഷ്യം അടങ്ങുന്നില്ല. അവൻ വിരലുകൾ കൊണ്ട് തലമുടിയിൽ കൊരുത്തു വലിച്ചു. ദേഷ്യം കൊണ്ട് നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുമ്പോഴും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്നൊരു നിമിഷം അവന്റെ ഉള്ളിലേക്ക് ഒരുവളുടെ മുഖം കടന്നു വന്നു. എത്ര ക്ഷീണിച്ചാലും തന്നെ നോക്കി ചിരിക്കുന്ന, കുറുമ്പ് പറയുന്ന, തന്നെ കരുതുന്ന, തന്റെ ആവലാതികളും വിശക്കുന്ന വയറും അറിയുന്ന ഒരുവൾ. അവൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. പുറത്ത് നല്ല തണുപ്പുണ്ട്. അതിന്റെ കൂടെ ഇളം കാറ്റുകൂടി വീശുമ്പോൾ കുളിര് ഒന്നുകൂടി കൂടുന്നു. പുറത്തെ ഇരുട്ടിൽ ബൾബുകൾ കൂടുതൽ മിഴിവോടെ തെളിഞ്ഞു കത്തുന്നു. അവൻ വെറുതെ പുറത്തേക്ക് തന്നെ അങ്ങനെ നോക്കി നിന്നു. അമ്മയുടെ മുഖം മനസ്സിലേക്ക് ഓടി വന്നു. അമ്മയുടെ സ്വരം, അമ്മയുടെ തലോടൽ, അമ്മയുടെ സ്നേഹം, അമ്മയുടെ ഓർമ്മകൾ അവനെ കൂടുതൽ വേദനിപ്പിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വരും, തീർച്ചയായും വരും. വരാതെ എങ്ങും പോകില്ല. പക്ഷേ അതുവരെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ജോലി കിട്ടിയേ പറ്റൂ. മാന്യമായ, സത്യസന്ധമായ ഏതു ജോലിയും ചെയ്യാം. അത് കണ്ടുപിടിച്ചേ പറ്റൂ. അതവൻ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ അമ്മയുടെ മുഖത്തോടൊപ്പം അവളുടെ മുഖം കൂടി അവൻ അറിയാതെ ചേർത്ത് വെച്ചു പോയിരുന്നു. അല്പസമയം കൂടി അവിടെ നിന്ന ശേഷം അവൻ പതിയെ അകത്തേക്ക് നടന്നു. ഹാളിലെ മേശപ്പുറത്ത് അവൾ വൈകിട്ട് വാങ്ങിക്കൊണ്ടുവന്നു വെച്ച ബിരിയാണിയുടെ ബോക്സ് ഇരിപ്പുണ്ട്. അതു കണ്ട് എന്തിനെന്നറിയാതെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അടുക്കളയിൽ ചെന്ന് ഒരു പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്നു. പതിയെ അത് കഴിച്ചു തുടങ്ങി. ആദ്യത്തെ ഒരുരുള വായിലേക്ക് വെച്ചപ്പോൾ തന്നെ അവന്റെ കണ്ണു നിറഞ്ഞു. താൻ പറയുക പോലും ചെയ്യാതെ രാത്രിയിൽ തനിക്ക് വിശക്കുമെന്നും കഴിക്കാൻ ഒന്നും ഉണ്ടാകില്ലെന്നും അറിഞ്ഞ് അവൾ കൊണ്ടുവന്നു തന്നതാണ്. ആരുമല്ലാത്ത, ഒന്നുമല്ലാത്ത തന്നെ എന്തിനവൾ ഇത്രയധികം സ്നേഹിക്കണം, കരുതണം? അതിനുമാത്രം താൻ അവൾക്ക് ആരാണ്? അതിനുള്ള ഉത്തരം മാത്രം അവന് കിട്ടിയില്ല. ഇഷ്ടമാണെന്നറിയാം. എങ്കിലും സ്വന്തം താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം സ്നേഹം നടിക്കുന്നവരെ കണ്ടു വളർന്നതുകൊണ്ട് തന്നെ അവൾ അവനൊരു അത്ഭുതം തന്നെയായിരുന്നു, അവന്റെ അമ്മയെപ്പോലെ. വൈകിട്ട് സന്ധ്യയോടടുത്തിരുന്നു അവൾ വീട്ടിലെത്തുമ്പോൾ. ഇടവഴിയിൽ നിന്നും മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു മുറ്റം അടിച്ചു വാരുന്ന അമ്മയെ. ഞാൻ വന്നിട്ട് അടിച്ചു വാരില്ലായിരുന്നു, എന്തിനാ തിരക്ക് പിടിച്ച് അടിക്കുന്നേ? മുറ്റത്തേക്ക് കടന്നതും അവൾ അമ്മയോട് ചോദിച്ചു. ഓ, ഇത് അതിനു മാത്രം വലിയ പാടുള്ള പണിയാണോ? അല്ലേലും പണിയെടുക്കാത്തവളല്ലല്ലോ ഞാൻ. എത്ര വീട്ടിലെ ജോലി എടുത്തിട്ടാ ഞാൻ വരുന്നേ? അമ്മ ഒരു ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞു. ആ, അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞേ, വന്നിട്ട് കുറച്ചു നേരം വെറുതെ ഇരുന്നൂടായിരുന്നോ? ക്ഷീണമാവുന്നില്ലേ അമ്മയ്ക്ക്? തോളിലിട്ടിരുന്ന ബാഗും ബിരിയാണിയുടെ കവറും ഉമ്മറത്തെ തിണ്ണയിലേക്ക് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഈ പറഞ്ഞ ക്ഷീണം നിനക്കുമില്ലേ കൊച്ചേ? നീയും ജോലിയെടുത്തിട്ട് തന്നെയല്ലേ വരുന്നേ? അമ്മ ഒരു നോവോടെ തന്നെ അവളോട് ചോദിച്ചു. എന്തായാലും അമ്മയേക്കാളും സ്ട്രോങ്ങാ ഞാൻ. പറഞ്ഞുകൊണ്ട് കഴുത്തിലൂടെ ഇട്ടിരുന്ന ഷാൾ അഴിച്ച് ഉമ്മറത്തെ തിണ്ണയിൽ വെച്ചുകൊണ്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു. ഇങ്ങ് തന്നേ അമ്മേ, ബാക്കി ഞാൻ അടിക്കാം. പറഞ്ഞുകൊണ്ട് അവൾ അമ്മയുടെ കയ്യിൽ നിന്നും മുറ്റമടിക്കുന്ന ഈർക്കിൾച്ചൂല് വാങ്ങി. നീ ചെന്ന് മേലു കഴുകി വല്ലതും എടുത്ത് കഴിക്കാൻ നോക്ക് കൊച്ചേ, ഇത് ഞാൻ ചെയ്തോളാം, അമ്മ പറഞ്ഞു. സാരില്ല, വലിയ ക്ഷീണം തോന്നുന്നില്ല, പറഞ്ഞുകൊണ്ട് അവൾ മുറ്റം അടിച്ചു വാരി തുടങ്ങി. ആ, എന്നാ പിന്നെ നീ ഇത് ചെയ്യ്, ഞാൻ ചെന്ന് ചോറിന്റെ പണി നോക്കട്ടെ. അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവൾ തലയുയർത്തി നോക്കി. വേണ്ടമ്മേ, ഇന്നൊന്നും ഉണ്ടാക്കേണ്ട, ഞാനൊരു ബിരിയാണി വാങ്ങിയിട്ടുണ്ട്.
അവൾ പറഞ്ഞതും അമ്മ അവളെ തന്നെ ഒന്ന് നോക്കി. ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് ഒന്നും വാങ്ങാത്തവളാണ്. അതിപ്പോ ഭക്ഷണമായാലും വസ്ത്രമായാലും. അത് പിന്നെ വാങ്ങാം, അടുത്ത മാസം പൈസ കിട്ടിയിട്ട് വാങ്ങാം, ഇപ്പൊ വാങ്ങിയാൽ ശരിയാവില്ല, എനിക്കത് ശരിക്കും ഇഷ്ടമില്ലാഞ്ഞിട്ടാ അമ്മേ. അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞു പറഞ്ഞ് എല്ലാം പിന്നത്തേക്ക് മാറ്റിവെക്കുന്നവളാണ്. അവൾ അറിയാതെ, അവളോട് ചോദിക്കാതെ താൻ എന്തെങ്കിലും വാങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ എന്തു പറ്റിയാവോ? സ്വന്തം ഇഷ്ടത്തിന് ഒരു മിഠായി പോലും വാങ്ങി കഴിക്കാറില്ല. വീട്ടിലെ ചിലവും കൊടുത്തു തീർക്കാനുള്ള കടങ്ങളും മാത്രം തലയിലേറ്റി നടക്കുന്നവളാണ്. അവളാണ് ആരും പറയാതെ, പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ലാതെ ബിരിയാണിയും വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. അവർക്ക് അതിശയം തോന്നി. അവരവളെ തന്നെ നോക്കിപ്പോയി. എന്താ അമ്മേ, എന്താ ഇങ്ങനെ തന്നെ നോക്കുന്നേ? അമ്മയുടെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു. ഒന്നുമില്ല, എൻ്റെ മോള് തന്നെയാണോ ഇതെന്ന് നോക്കിയതാ. അവരൊരു തരം അതിശയത്തോടെ തന്നെ പറഞ്ഞു. അതമ്മേ, എന്തോ ഇന്ന് ബിരിയാണി കഴിക്കാൻ വല്ലാത്തൊരു കൊതി. വാങ്ങേണ്ടെന്ന് ഒത്തിരി തവണ കരുതിയതാ, പക്ഷേ പിന്നെന്തോ ഒരിതില് വാങ്ങിപ്പോയി. അവൾ പതിയെ അമ്മയോട് പറഞ്ഞു. അമ്മ അവളുടെ അടുത്തേക്ക് വന്നു. അമ്മ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് സന്തോഷേ ഉള്ളൂ. എത്ര തവണ അമ്മ മോളോട് പറഞ്ഞിട്ടുള്ളതാ, സ്വന്തം ഇഷ്ടത്തിന് എന്തേലും കഴിക്കുകയും ഉടുക്കുകയും ഒക്കെ വേണമെന്ന്. എത്ര പറഞ്ഞാലും നീ അത് കേൾക്കില്ലല്ലോ. എന്തായാലും ഇന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടായല്ലോ, സന്തോഷം. പറഞ്ഞുകൊണ്ട് അമ്മ ഉമ്മറത്തേക്ക് നടന്നു. പോകുന്ന വഴിക്ക് ഉമ്മറത്തെ തിണ്ണയിൽ നിന്നും അവളുടെ ബാഗും ബിരിയാണിയുടെ കവറും കൂടി കയ്യിലെടുത്തിരുന്നു. അമ്മ പോകുന്നതും നോക്കി അവൾ ഒരു നിമിഷം ഒന്ന് നിന്നു. അമ്മയോട് കള്ളം പറയാൻ വയ്യ, അതുകൊണ്ടാണ് വാങ്ങിയതാണെന്ന് തുറന്നു പറഞ്ഞത്. അല്ലെങ്കിൽ ലക്ഷ്മിയേച്ചി തന്നതാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ലക്ഷ്മിയേച്ചിയെ കാണുമ്പോൾ അമ്മ ഇതേപ്പറ്റി ചോദിച്ചാൽ, അങ്ങനെ താൻ കള്ളം പറഞ്ഞതാണെന്ന് അമ്മയെ അറിഞ്ഞാൽ, ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അമ്മയോട് കള്ളം പറയാൻ അവൾക്ക് തോന്നിയില്ല. പക്ഷേ അപ്പോഴും എന്തിനെന്നറിയാതെ ശിവജിത്തിന്റെ കാര്യം അവൾ മറച്ചു വെക്കുകയും ചെയ്തു. രാത്രി ഭക്ഷണവും കഴിച്ച് അമ്മയ്ക്കരികിൽ ഉറങ്ങാൻ കിടന്നതാണ് അവൾ. പക്ഷേ അവൾക്ക് ഉറക്കം വരുന്നേയില്ല. പ്രീതയുടെ ഫ്ലാറ്റിൽ ജോലിക്ക് പോകുന്നതിനെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. അവിടെ ജോലിക്ക് പോകാൻ അവൾക്കൊട്ടും മനസ്സും ധൈര്യവും ഉണ്ടായിരുന്നില്ല. അവരുടെ ഭർത്താവ് അനിലിന്റെ നോട്ടവും പെരുമാറ്റവും പലപ്പോഴും അതിരു കടന്നു പോകുന്നു. അമ്മയോട് ഇതേക്കുറിച്ച് പറയാൻ വയ്യ. പറഞ്ഞാൽ അവിടെയെന്നല്ല, പിന്നെ അവിടെയുള്ള ഒരു ഫ്ലാറ്റിലും ജോലിക്ക് പോകാൻ അമ്മ സമ്മതിക്കില്ല. അല്ലെങ്കിലേ അമ്മയ്ക്ക് പേടിയാണ്. അതിൻ്റെ കൂടെ ഇതുകൂടിയാകുമ്പോൾ ഒട്ടും സമ്മതിക്കില്ല. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, അന്ന് വയ്യാതെയായപ്പോൾ അമ്മയുടെ ജോലി പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് അവിടെ ജോലിക്ക് പോയി തുടങ്ങിയത്. അങ്ങനെയാണ് അവനെ കണ്ടതും അവനെ പരിചയപ്പെട്ടതും. ചിന്തകൾ ഒരറ്റത്ത് നിന്ന് തുടങ്ങി ഇപ്പോൾ വേറൊരു അറ്റത്ത് വന്നു നിൽക്കുന്നു. പക്ഷേ നേരത്തെ തോന്നിയൊരു അസ്വസ്ഥതയും വെപ്രാളവും ഇപ്പോൾ തോന്നുന്നില്ല. ഇപ്പോൾ ഇവിടം തണുപ്പാണ്, മഞ്ഞു വീഴുന്നൊരു തണുപ്പ്. അതിങ്ങനെ ഹൃദയത്തിൽ കുളിരു കോരിയിടുന്നു. ആളെന്തു ചെയ്യുകയാവും ഇപ്പോൾ? ഉറങ്ങിക്കാണുമോ? അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് അവനോട് ഒരുപാട് സ്നേഹം തോന്നി. ആരുമില്ലാത്ത അവന് എല്ലാമായി മാറി അവനെ ഒത്തിരി സ്നേഹിക്കണമെന്ന് തോന്നി. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് അവൾക്കുള്ളിലേക്കൊരു വലിയ തറവാട് കടന്നു വന്നു. ശിവമംഗലം തറവാട്. ആ തറവാട്ടിലെ ഏക അവകാശി. ഇല്ല, താൻ അവനെ ആഗ്രഹിക്കാനോ ആശിക്കാനോ പാടില്ല. ഇപ്പോൾ ആരുമില്ലാതെ ഒന്നുമില്ലാതെയാണെങ്കിലും ഒരു ദിവസം അവനെല്ലാം തിരിച്ചു കിട്ടും. അന്ന് താനും തൻ്റെ സ്നേഹവും അവനൊരു ബാധ്യതയാകും. വേണ്ട, അതൊന്നും വേണ്ട. അർഹിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ല. അവൾ അമ്മയെ ഒന്നുകൂടി ഇറുക്കെ പുണർന്നുകൊണ്ട് അവനിലേക്ക് ചായാൻ ശ്രമിക്കുന്ന മനസ്സിനെ അടക്കി നിർത്താൻ ശ്രമിച്ചു. എന്താടി കൊച്ചേ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അമ്മ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്തോ ഉറക്കം വരുന്നില്ല അമ്മേ, അവൾ പറഞ്ഞു. കണ്ണടച്ച് കിടന്നോ, ഉറക്കം വന്നോളും. അവളുടെ കയ്യിൽ പതിയെ താളം തട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞതും അവൾ ഒരു നോവോടെ പതിയെ കണ്ണടച്ചു. പിറ്റേന്ന് അവൾ കണ്ണു തുറക്കുമ്പോൾ അമ്മ അടുത്തില്ല. അവൾ പതിയെ എഴുന്നേറ്റിരുന്ന് കൈകൾ രണ്ടും കണ്ണിൽ വെച്ച് ദൈവത്തെ വിചാരിച്ചു. അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മ പണി തുടങ്ങിക്കാണും. അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അമ്മ അവിടെ തിരക്ക് പിടിച്ച പണിയിലാണ്. അമ്മയെ ഒന്ന് നോക്കിയ ശേഷം അടുക്കളയിലൂടെ പുറത്തേക്കിറങ്ങി. പിന്നെ എന്നത്തെയും പോലെ ചൂലുമെടുത്ത് അടിച്ചു വാരി തുടങ്ങാനായി ഉമ്മറമുറ്റത്തേക്ക്. എന്നാ ശരി, ഞാൻ പോവുക, സൂക്ഷിച്ചു പോണേ. ഉമ്മറത്തു നിന്നും അമ്മ അവളോട് പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. ശേഷം അമ്മ മുറ്റത്തേക്കിറങ്ങി നടന്നു. അമ്മ പോയതും അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. അന്ന് ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും എടുക്കുമ്പോൾ എന്നത്തേക്കാളും കുറച്ചധികം അവൾ എടുത്തിരുന്നു.
കണ്ണാടിയിൽ നോക്കി മുടിയും ഡ്രസ്സും എല്ലാം വൃത്തിയിൽ തന്നെയല്ലേ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം അവൾ വാതിൽ പൂട്ടിയിറങ്ങി. ഇന്ന് പ്രീത ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അയാളെക്കൊണ്ട് നേരിട്ട് വലിയ ശല്യം ഉണ്ടായില്ല. എങ്കിലും പ്രീതയുണ്ടായിട്ടും അയാളുടെ അവലക്ഷണം പിടിച്ച നോട്ടം ഇന്നും അവൾക്ക് നേരെ എത്തി. ഭാര്യയുണ്ടാകുമ്പോൾ അയാൾ വളരെ മാന്യനാണ്. പ്രീതയുടെ ഒരു കണ്ണ് എപ്പോഴും അയാളുടെ മേലുണ്ടാകും. എന്നിട്ടും അയാൾ എങ്ങനെയാണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് മാത്രം പാർവതിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അയാൾക്ക് എന്തോ ബിസിനസ്സാണ്. ചിലപ്പോഴൊക്കെ പുറത്തു പോയി വരുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അയാൾ അധിക സമയവും വീട്ടിൽ തന്നെ കാണും. അവിടത്തെ ജോലി കഴിഞ്ഞ് അവൾ നേരെ പോയത് ശിവജിത്തിന്റെ ഫ്ലാറ്റിലേക്കാണ്. കോളിംഗ് ബെൽ അടിച്ച് അധികം സമയം കഴിയുന്നതിനു മുൻപേ അവൻ വന്നു വാതിൽ തുറന്നു. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇന്നിവിടെ ഒന്നും ചെയ്യാനില്ല, അവൻ വാതിൽക്കൽ നിന്ന് തന്നെ പറഞ്ഞു. അതിന് അവൾ ഒന്നും പറഞ്ഞില്ല. വാതിലിന്റെ ഒരു വശത്തുകൂടി അകത്തേക്ക് കടന്ന് എന്നും വെക്കുന്നത് പോലെ ബാഗ് കസേരയിൽ വെച്ചു. ശേഷം അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഇന്നും ഒന്നും ഉണ്ടാക്കിയില്ലേ? കഴുകാനില്ലാത്ത പാത്രങ്ങളും ഉണങ്ങിക്കിടക്കുന്ന സിങ്കും കണ്ട് അവൾ സ്വയം ചോദിച്ചു പോയി. ഊണ് കഴിച്ചോ എന്ന് അവൾ ചോദിച്ചില്ല. ചോദിച്ചാലും കഴിച്ചെന്ന് കള്ളം പറയും. അതിലും നല്ലത് ചോദിക്കാതിരിക്കുന്നതാണ്. അവൾ ചെന്ന് 2 പ്ലേറ്റും ഗ്ലാസും എടുത്ത് ഹാളിലേക്ക് വന്നു. 2 ആൾക്കുള്ള പ്ലേറ്റും ഗ്ലാസുമായി തിരിച്ചു വരുന്നവളെ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. അതേസമയം എന്തോ ഒരു വേദന ഹൃദയത്തിൽ നിറഞ്ഞു വരികയും ചെയ്തു. ഇത് ആർക്കാ 2 പ്ലേറ്റ്? അവൻ ചോദിച്ചു. ഇവിടെ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അവൾ അതാണ് തിരിച്ചു ചോദിച്ചത്. ആ ചോദ്യത്തിൽ എന്തോ ഒരു കുറുമ്പ് നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നി. അവന് ചിരി വന്നുപോയി. എങ്കിലും അവൻ അത് പുറത്ത് കാണിക്കാതെ നിന്നു. ഇനി എന്താ നോക്കി നിൽക്കുന്നേ? കൈ കഴുകി വാ, എനിക്ക് വിശക്കുന്നു. അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചതാ. അവൻ പറഞ്ഞു തുടങ്ങിയതും അവൾ അവനെ തടഞ്ഞു. കഴിച്ചോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. കൈ കഴുകി വരാനല്ലേ പറഞ്ഞേ? വാ, വന്ന് എൻ്റെ കൂടെ കഴിച്ചേ പറ്റൂ. അവൾ ഉറപ്പിച്ചു പറഞ്ഞതും അവൻ കൈ കഴുകാൻ ചെന്നു. അവൻ പോകുന്നതും നോക്കി ഒരു ചിരിയോടെ തന്നെ അവൾ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി തുടങ്ങി. 2 പേർക്കുള്ള ചോറും കറികളും അവൾ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലേറ്റിൽ നിറയെ ചോറും കറിയുമുണ്ട്. അവൻ അവളെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ ഒന്നും പറഞ്ഞില്ല. അവൻ പിന്നെയൊന്നും ചോദിച്ചതുമില്ല. ചോറും പച്ചക്കറിയും ഉപ്പേരിയും ചമ്മന്തിയും അതിൻ്റെ കൂടെ 2 മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രീതേച്ചിയുടെ ഫ്ലാറ്റിലെ ജോലി നിർത്തിയാലോ എന്ന് ആലോചിക്കുക. ഊണ് കഴിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞതും അവനൊന്ന് അവളെ തിരിഞ്ഞു നോക്കി. ഏത്? അവന് മനസ്സിലായില്ല. അത് ആ 2-ാം നമ്പർ ഫ്ലാറ്റിലെ. എന്തേ, എന്തു പറ്റി? അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ശരിയാവില്ല. അവിടെ എന്തോ. അവൾ അവിടെയും ഇവിടെയും തൊടാതെ എന്തോ പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ നീ തെളിച്ചു പറയ്. അവിടെ എന്താ പ്രശ്നം? ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദം മാറിയിരുന്നു. ആ ശബ്ദം ഇപ്പോൾ ഗൗരവത്തിൽ ആയിരിക്കുന്നു. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. നിന്നോടല്ലേ ചോദിച്ചേ അവിടെ എന്താ പ്രശ്നമെന്ന്? അവൾ ഒന്നും പറയുന്നില്ല. അവിടെ എന്താ പ്രശ്നമെന്ന് അവൻ വീണ്ടും ചോദിച്ചു. അവിടെ ആ പ്രീതേച്ചിയുടെ ഭർത്താവ് അനിൽ സാർ, ആ സാറ് ശരിയല്ല. അവൾ പറഞ്ഞു തുടങ്ങിയതും അവന്റെ മുഖം മാറി. കണ്ണുകളിൽ നേർത്തൊരു ചുവപ്പ് പടർന്നു. നെറ്റിയിലെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ടെന്ന വണ്ണം എടുത്തു പിടിച്ചിട്ടുണ്ട്. അയാൾ നിന്നോട് എന്തേലും പറഞ്ഞോ? നിന്നെ ശല്യപ്പെടുത്തിയോ? അവൻ ചോദിച്ചു. ഇപ്പോൾ അവന്റെ മുഖം ഒന്നുകൂടി ദേഷ്യത്തിലായിട്ടുണ്ട്. അത് ശിവേട്ടാ, ആ സാറ് ശരിയല്ല. എപ്പോഴും ഒരുമാതിരി നോട്ടമാണ്. അതു കണ്ടാൽ തൊലി ഉരിഞ്ഞു പോകും. ഒരു ജോലി എടുക്കാനും സമ്മതിക്കില്ല. പ്രീതേച്ചി ഉണ്ടാകുമ്പോൾ വലിയ കുഴപ്പമില്ല, ദൂരെ നിൽക്കുകയേ ഉള്ളൂ. എന്നാ പ്രീതേച്ചി ഇല്ലാത്തപ്പോഴാ പ്രശ്നം. അവൾ പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകൾ ഇപ്പോഴും അവളുടെ മുഖത്താണ്. അയാൾ നിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചോ? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരും. ഞാൻ എങ്ങനെയൊക്കെയോ പണി തീർത്തിങ്ങ് പോരും. അവിടുന്ന് പുറത്തിറങ്ങിയാലാ ഒന്ന് ശ്വാസം വിടുന്നേ. പിന്നെന്തിനാ അവിടെ പോകുന്നേ? അവിടുത്തെ പണി അങ്ങ് നിർത്തിക്കൂടെ? പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ലേ? അവൻ ചോദിച്ചു. അമ്മ എന്നോ പറയുന്നതാണ് ഈ ജോലി അങ്ങ് നിർത്തിയേക്കാൻ. അവിടത്തെ മാത്രമല്ല, ഈ അപ്പാർട്ട്മെന്റിലെ തന്നെ. അമ്മയ്ക്ക് പേടിയാ. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് ഇതൊന്നും പറയാറില്ല. അറിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് വരാൻ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. എങ്കിൽ അതല്ലേ നല്ലത്. ഇവിടത്തെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ജോലി നോക്ക്. അവളൊന്നും പറയാതെ പ്ലേറ്റിലേക്ക് നോക്കി തല കുനിച്ചു കളഞ്ഞു.
അമ്മ വേണ്ടെന്നു പറഞ്ഞിട്ടും അവൾ ഇവിടെ ജോലിക്ക് വരുന്നതിൻ്റെ കാരണം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അത് തനിക്ക് വേണ്ടിയാണ്, തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, തന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അവന് അവളോട് വല്ലാത്തൊരു അലിവ് തോന്നി. ആർക്കും വിട്ടുകൊടുക്കാതെ അവളെ അങ്ങനെ ചേർത്തു പിടിക്കാൻ തോന്നി. പറയുന്നത് കേൾക്ക്, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കുന്നവരുടെ ഉള്ളിൽ പോലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള ആളുകളുടെ മനസ്സിലോ? അവരൊക്കെ എപ്പോഴാ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അവിടുത്തെ ജോലി വേണ്ട. പറഞ്ഞ അവസാനമായതും അവൻ്റെ വാക്കുകളിൽ എന്തോ ഒരു അധികാരം നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവനും എന്തോ ഒരു പേടി തോന്നി തുടങ്ങിയിരുന്നു. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ ഒരു വെപ്രാളം പോലെ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ? അങ്ങനെയൊന്ന് അവന് ആലോചിക്കാൻ പോലും ആകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ്റെ സ്വരത്തിൽ അവൻ അറിയാതെ തന്നെ ആ അധികാരഭാവം വന്നുപോയത്. ഞാൻ നിർത്തി ശിവേട്ട. ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ ഈ മാസം തികയാൻ. നാളെയും മറ്റന്നാളും പ്രീതേച്ചി എവിടെയും പോകില്ല, വീട്ടിൽ തന്നെ ഉണ്ടാകും. പ്രീതേച്ചി ഉള്ളപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ 2 ദിവസം കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ. അവൾ അവനെ ഒന്ന് തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. സൂക്ഷിക്കണം, ഈ 2 ദിവസം കൂടി. അതു കഴിഞ്ഞാൽ അവിടുത്തെ പണി അങ്ങ് നിർത്തിയേക്കണം. പിന്നെ അവരുടെ ഭാര്യ അവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ ജോലി എടുക്കേണ്ട, അങ്ങ് ഇറങ്ങിപ്പോന്നേക്കണം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. ഞാൻ വന്ന് ചോദിക്കണോ? അവൻ ചോദിച്ചു. അതു കേട്ട് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അതൊന്നും വേണ്ട ശിവേട്ട, ഏതായാലും അവിടുത്തെ ജോലി നിർത്താൻ പോവല്ലേ. അതിനിടയിൽ വെറുതെ ശിവേട്ടൻ കയറി ഇടപെട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട. പറഞ്ഞുകൊണ്ട് അവൾ ബാക്കി ഭക്ഷണം കഴിച്ചു തുടങ്ങി. പക്ഷേ അവൻ്റെ ഉള്ളിൽ അപ്പോഴും അവളെക്കുറിച്ചുള്ള ആദിയായിരുന്നു. എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് കാലുറപ്പിച്ച് അവളെ തൻ്റേതാക്കണം. അവളെ ഈ കഷ്ടപ്പാടിൽ നിന്നും രക്ഷിക്കണം, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അവൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു. അവൻ കഴുകാമെന്ന് പറഞ്ഞെങ്കിലും അതിനു സമ്മതിക്കാതെ അവൾ തന്നെ കഴുകാനായി പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. ഹാളിൽ നിന്ന് കൈ കഴുകിയ ശേഷം അവൾക്ക് പിറകെ അവനും അടുക്കളയിലേക്ക് ചെന്നു. എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. പാത്രം കഴുകുന്ന അവളെ നോക്കി ചുമര് ചാരി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു. ആണോ? എവിടെയാ? ഞാൻ പറഞ്ഞില്ലേ അധികം വൈകാതെ തന്നെ ശിവേട്ടന് ജോലി കിട്ടുമെന്ന്. തനിക്ക് ജോലി കിട്ടിയത് അവൾക്ക് വലിയ സന്തോഷമായിട്ടുണ്ടെന്ന് അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി. സന്തോഷം കൊണ്ടാകണം അവളുടെ ആ കുഞ്ഞു മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവൻ അല്പസമയം ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. എവിടെയാ? എന്താ ജോലി? അവൾ വീണ്ടും ചോദിച്ചു. ഇവിടെ അടുത്ത് തന്നെ, ഒരു വർക്ക്ഷോപ്പിൽ. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൻ പറഞ്ഞു. എന്നാൽ അതു കേട്ട് അവളുടെ മുഖമൊന്ന് വാടി. എന്തോ നേരത്തെ കണ്ട ആ ഉത്സാഹം ഇപ്പോൾ ആ മുഖത്തില്ല. വർക്ക്ഷോപ്പിലാണോ? ശിവേട്ടൻ ഏതോ കമ്പനിയിൽ വലിയ മാനേജറൊക്കെയായി ഇരുന്നതല്ലേ? വലിയ തറവാട്ടിലെ വലിയ ബിസിനസ്സും സ്വത്തും ഒക്കെയുള്ള ആള് വർക്ക്ഷോപ്പിലാണോ പണിക്ക് പോകുന്നേ? അവൾ അറിയാതെ തന്നെ ചോദിച്ചു പോയി. അതു കേട്ട് അവനൊന്ന് ചിരിച്ചു. എൻ്റെ പാറു, അതിന് വർക്ക്ഷോപ്പിലെ പണി അത്ര മോശമാണോ? ഞാൻ അങ്ങനെ ഒരു ജോലിയെയും വേർതിരിച്ചു കണ്ടിട്ടില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. പിന്നെ ഇവിടെ ഒരു പണിയുമില്ലാതെ കാൽ കാശ് കയ്യിലില്ലാതെ നീ കൊണ്ടുതരുന്ന ഭക്ഷണവും കഴിച്ച് എത്ര നാൾ ഞാൻ ജീവിക്കും? അവൻ പറഞ്ഞു. അറിയാമായിരുന്നു അവൻ്റെ അവസ്ഥ ഇതാണെന്ന്. എങ്കിലും അവൻ തന്നെ അത് തുറന്നു പറഞ്ഞതും അവൾക്ക് ആകെ വല്ലാതെയായി. എന്തിനാണെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ശരിക്കും മടുത്തു. എനിക്ക് കുറെ സ്വത്തുണ്ടെന്നോ ബിസിനസ് ഉണ്ടെന്നോ വലിയ തറവാട്ടിലെ ഏക അവകാശിയാണെന്നോ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലടോ. കള്ളവും ചതിയും തട്ടിപ്പും നിറഞ്ഞതാണ് ഈ ലോകം. ആ ചതിയിലൂടെ എനിക്ക് അവകാശപ്പെട്ടതെല്ലാം എന്നിൽ നിന്നും തട്ടിപ്പറിച്ചിരിക്കുന്നു. അതും എൻ്റെ സ്വന്തം എന്ന് പറയുന്നവർ തന്നെ. എനിക്ക് കിട്ടേണ്ട എല്ലാ ജോലിയും തള്ളിക്കളയുന്നതും അവരാണ്. ഇവിടെ ഇനിയും ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. കുറച്ചു കാലം കൂടി ഇവിടെ തന്നെ നിൽക്കണം. കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാക്കണം. എന്നിട്ട് മുംബൈക്കോ ഡൽഹിക്കോ കൊൽക്കത്തക്കോ അങ്ങനെ ദൂരേക്ക് എവിടേക്കെങ്കിലും നാടുവിടണം. പക്ഷേ പൈസയില്ലാതെ ഇപ്പോൾ അവിടെ ഒന്നും ചെന്നിട്ടും ഒരു കാര്യവുമില്ല. അവൻ കാര്യമായി തന്നെ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. അവൻ ഇവിടെ നിന്നും പോകും. അതുമാത്രം അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. തന്നെ വിട്ട് ഒത്തിരി ദൂരേക്ക് അവൻ പോകും. അവളുടെ ഹൃദയം വല്ലാതെ മുറിഞ്ഞു. അവൾക്ക് ഒത്തിരി സങ്കടം തോന്നി. അവനെ കാണാതെ, അവനോട് മിണ്ടാതെ. അവൾക്ക് അത് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. ഇതുതന്നെയല്ലേ ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞത്? എന്നെങ്കിലും ഒരിക്കൽ അവൻ ഇവിടെ നിന്ന് പോകും. അവൻ നിന്റേതല്ല. നിനക്ക് അവനെ ആഗ്രഹിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല.
മനസ്സിൽ തോന്നിയ എല്ലാ ചിന്തകളും മറന്നു കളഞ്ഞേക്കണം. അവനെ തന്നെ മറന്നു കളഞ്ഞേക്കണം. അവളുടെ ഉള്ളം അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ പോകുമോ? അവൾ ചോദിച്ചു. പോകണം. കൂടിപ്പോയാൽ 2 മാസം. ഇവിടത്തെ വർക്ക്ഷോപ്പിൽ 2 മാസത്തേക്ക് ഒരാളെ വേണം. അതുവരെ അവിടെ നിൽക്കും. ഇവിടെ 2 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. അത് അവിടെ നിന്നും കിട്ടുന്ന പൈസയ്ക്ക് കൊടുക്കണം. അതു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കില്ല. പോകണം, പോയേ പറ്റൂ. അവൻ കാര്യമായി തന്നെ പറയുമ്പോൾ അവളൊന്ന് അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ എപ്പോഴാ ഇവിടേക്ക്? അവൾ ചോദിച്ചു. അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് ഇനി തിരിച്ചു വരണമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും ഇവിടെ എനിക്ക് ആരാ ഉള്ളത്? ആരുമില്ല, ഒന്നുമില്ല. അവൻ പറഞ്ഞതും ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കി. അപ്പോൾ ഞാനില്ലേ ഇവിടെ? ഞാൻ ആരുമല്ലേ? അവൾക്ക് അവനോട് ചോദിക്കണമെന്ന് തോന്നി. പക്ഷേ ചോദിക്കാൻ വയ്യ. അവൾക്ക് അത് മൗനമായി ചോദിക്കാനേ പറ്റിയുള്ളൂ. അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ ഉള്ളിലെ ആ വിങ്ങൽ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. തന്നെ സ്നേഹിക്കാനും ഒരാളുണ്ടെന്ന ചിന്തയിൽ അവൻ്റെ ഉള്ളം ഒന്ന് തണുത്തു. അപ്പോൾ അവിടെ പോയി ജോലിയൊക്കെയായി വലിയ നിലയിലായാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലേ? അവൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ എന്ന വണ്ണം വീണ്ടും ചോദിച്ചു. ഇല്ല, വരേണ്ടി വരരുത് എന്നാണ് ആഗ്രഹം. അവനൊരു ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞു. അപ്പോ പിന്നെ എന്താ ചെയ്യുക? പിന്നെ എന്ത് ചെയ്യാനാ? അവിടെ തന്നെയുള്ള ഏതെങ്കിലും നല്ലൊരു കുട്ടിയെ കെട്ടി അവിടെ തന്നെ അങ്ങ് ജീവിക്കും. അവനൊരു കുറുമ്പോടെ തന്നെ അവളോട് പറഞ്ഞു. അവളുടെ ഇമകൾ ഒന്ന് വെട്ടി. നെഞ്ചു വീണ്ടും മുറിഞ്ഞു. അവളൊന്ന് അവനെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. എന്നാ ശരി, നേരം വൈകി, ഞാൻ ചെല്ലട്ടെ പറഞ്ഞുകൊണ്ട് അവൾ കസേരയിൽ നിന്നും ബാഗെടുത്ത് പുറത്തേക്ക് നടക്കാനൊരുങ്ങി. അവളുടെ വെപ്രാളം കവിളിൽ നാവ് ചുഴറ്റിക്കൊണ്ട് അവനൊരു ചെറു ചിരിയോടെ തന്നെ നോക്കിക്കണ്ടു. വാതിൽക്കലെത്തിയ അവൾ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു വന്നു. അവൻ ഹാളിൽ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. എന്തേ? അവൻ ചോദിച്ചു. അവൾ വേഗം ബാഗിൽ നിന്ന് 500 രൂപയുടെ ഒരു നോട്ടെടുത്ത് അവന് നേരെ നീട്ടി. അവനൊരു സംശയത്തോടെ അവൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ നോട്ടിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. എന്താ ഇത്? അവൻ ചോദിച്ചു. അത് നാളെ ജോലിക്ക് പോവുകയല്ലേ, എന്തേലും ആവശ്യം വന്നാലോ? അവൾ പറഞ്ഞു. ഏയ്, അത് വേണ്ടടോ. അല്ലെങ്കിൽ തന്നെ തന്നോട് ഒരുപാട് കടപ്പാടുണ്ട്. അത് തന്നെ എങ്ങനെ തീർത്താൽ തീരുമെന്ന് അറിയില്ല. അതിൻ്റെ കൂടെ ഇതും കൂടി വേണ്ടടോ. വേണ്ട. അവനൊരു വല്ലായ്മയോട് തന്നെ അവളോട് പറഞ്ഞു. വേണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ അത് പിടിപ്പിച്ചു. തലേന്ന് അവിടെ നിന്നും പോകുമ്പോൾ തന്നെ അവൾ ഉറപ്പിച്ചിരുന്നു ഇന്ന് ഈ പൈസ അവന് കൊടുക്കണമെന്ന്. കാരണം ജോലി കിട്ടാത്തതിൻ്റെയും കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെയും ബുദ്ധിമുട്ട് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. പൈസയുടെ വില നന്നായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവൾക്ക് അങ്ങനെ ചിന്തിക്കാനായതും. എങ്കിൽ പിന്നെ ഇത് ഞാൻ ഷോപ്പിൽ നിന്നും പൈസ കിട്ടിയിട്ട് തരാം. കയ്യിൽ വേറെ പൈസയൊന്നുമില്ല, അതാണ്. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെയൊന്നും പറയാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. അവൾ സീതയുടെ ഫ്ലാറ്റിലേക്ക് കയറിപ്പോയ ശേഷമാണ് അവൻ വാതിലടച്ച് അകത്തേക്ക് വന്നത്. കയ്യിൽ പിടിച്ചിരുന്ന ആ 500 രൂപയുടെ ഒറ്റ നോട്ടിലേക്ക് നോക്കുമ്പോൾ അവന് കാണാൻ പറ്റിയത് അവളുടെ മുഖം തന്നെയായിരുന്നു. വൈകിട്ട് എല്ലായിടത്തെയും ജോലി കഴിഞ്ഞ് അവൾ തിരിച്ച് വീണ്ടും അവൻ്റെ ഫ്ലാറ്റിന് മുൻപിലെത്തി. കോളിംഗ് ബെൽ അടിച്ചതും അവൻ വന്ന് വാതിൽ തുറന്നു. അവൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. അവൻ വായനയിൽ ആയിരുന്നിരിക്കണം എന്നവൾക്ക് തോന്നി. നീ പോയില്ലേ? അവൻ ചോദിച്ചു. അവളെ അപ്പോൾ അവിടെ പ്രതീക്ഷിക്കാത്തതുകൊണ്ടാകണം അവളെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു പോയത്. എൻ്റെ പാത്രം ഇവിടെയല്ലേ, ഞാനത് എടുക്കാൻ വന്നതാ പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിൽ ചെന്ന് സ്റ്റാൻഡിൽ കമിഴ്ത്തി വെച്ചിരുന്ന അവളുടെ ചോറ്റുപാത്രവും കറിപ്പാത്രവും എടുത്തുകൊണ്ടുവന്ന് ബാഗിൽ വെച്ചു. ഇത് ശിവേട്ട ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ്. സീതേച്ചി തന്നതാ. ഇപ്പോൾ ഉണ്ടാക്കിയതേയുള്ളൂ. ഞാനിത് ഇവിടെ വെച്ചോട്ടെ? നല്ലതാ. രാത്രി ശിവേട്ടൻ കഴിക്കില്ലേ? അവൾ പ്രതീക്ഷയോടെ അവനോട് ചോദിച്ചു. ഭക്ഷണത്തിന്റെ വില നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ അവനത് നിരസിക്കാൻ തോന്നിയില്ല. അവൻ തലയാട്ടി. നീ കഴിച്ചോ? അവൻ ചോദിച്ചു. ഇല്ല, എനിക്ക് വേണ്ടി തന്നതാ ഇത്, അവൾ പറഞ്ഞു. എന്നാ നിൽക്ക്, പോവല്ലേ പറഞ്ഞുകൊണ്ട് അവൻ വേഗം ചെന്ന് കവറിൽ നിന്നും ആ പാത്രം എടുത്തു തുറന്നു. പിന്നെ കൈ കഴുകി വന്ന് അതിൽ നിന്നും ഒരു കഷ്ണം ചപ്പാത്തി മുറിച്ചെടുത്ത് ചിക്കൻ കറിയിൽ മുക്കി ചെറിയൊരു കഷ്ണം ചിക്കനോടൊപ്പം അവൾക്ക് നേരെ നീട്ടി. അവളുടെ കണ്ണുകൾ വിടർന്നുപോയി. ഒരു നിമിഷം കൊണ്ട് അവളുടെ മനസ്സ് വീണ്ടും അവനിലേക്ക് ചാഞ്ഞു. അവൻ്റെ നെഞ്ചിൻ ചൂടിൽ പതുങ്ങിയിരിക്കുന്ന, അവൻ്റെ തണലിൽ തളർന്നിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞായി മാറാൻ അവൾക്ക് തോന്നി. വാ കാണിക്കേ.
അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അവളെ നോക്കി അവൻ പറഞ്ഞതും അവൾ അറിയാതെ തന്നെ വാ തുറന്നുപോയി. അവനൊരു ചിരിയോടെ തന്നെ അവളുടെ വായിലേക്ക് അത് വെച്ചു കൊടുത്തു. അവൻ വീണ്ടും ഒരു കഷ്ണം കൂടി മുറിച്ചെടുത്ത് കറിയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി. അവൾ അതും നിമിഷ നേരം കൊണ്ട് വായിലാക്കി. അവൻ വീണ്ടും എടുക്കാൻ പോയതും അവൾ പറഞ്ഞു, മതി, ഇനി വേണ്ട, ഇതുതന്നെ അധികമാണ്. അവളൊരു ചിരിയോടെ തന്നെ പറഞ്ഞുകൊണ്ട് കുപ്പിയിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ചു. എന്നാ ശരി, ഞാൻ പോവാണേ. പിന്നീടൊരു വാക്കിനിടം കൊടുക്കാതെ അവൾ വേഗം വാതിൽ കടന്ന് പുറത്തേക്ക് നടന്നു. എന്തോ ഒരു വെപ്രാളം അവളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവന് ചിരി വന്നുപോയി. ആ ചിരിയോടെ തന്നെ അവൻ വേഗം വാതിൽക്കലേക്ക് ചെന്നു നോക്കി. സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ അവളൊന്ന് തന്നെ തിരിഞ്ഞു നോക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. കഴുത്ത് പോലും എവിടേക്കും ഒന്ന് തിരിക്കാതെ നേരെ നടന്നു പോകുന്ന അവളെ കണ്ട് അവന് ചിരി വന്നു. അവൻ വേഗം ബാൽക്കണിയിലേക്ക് ചെന്നു. 2 നിമിഷം നിന്നതും അവൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടു. ഒന്ന് തിരിഞ്ഞു നോക്കെന്ന് അവൻ പതിയെ പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. ഗേറ്റിനടുത്ത് എത്തിയതും അവൾ തിരിഞ്ഞു നോക്കി. ബാൽക്കണിയിൽ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടു. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവനും ഒരു ചിരിയോടെ കൈവീശി കാണിച്ചു. അവൾക്ക് തിരികെ കൈവീശി കാണിക്കാതിരിക്കാൻ ആയില്ല. അവൾ അവനെ നോക്കി കൈവീശി. ആ സമയം 2 പേരുടെ ചുണ്ടിലും മനോഹരമായൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. അവന്റെ കണ്ണിൽ നിന്നും അവൾ മറിയുന്നതുവരെ അവൾ പോകുന്നതും നോക്കി അവൻ നിന്നു. അന്നും മറ്റൊരു ഫ്ലാറ്റിൽ ജനവാതിലിന് പിറകിൽ നിന്നും 2 കണ്ണുകൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൈവീശി കാണിക്കുന്ന അവളെ കണ്ട് അയാളുടെ കണ്ണുകൾ ചുവന്നു. ദേഷ്യം കൊണ്ടെന്ന വണ്ണം നെറ്റിയിലെ ഞരമ്പുകൾ എടുത്തു പിടിച്ചു. കൈമുഷ്ടി ചുമരിലിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അയാൾ ആ കർട്ടൻ വലിച്ചിട്ടു. പിറ്റേന്ന് തന്നെ ശിവജിത്ത് വർക്ക്ഷോപ്പിൽ പണിക്ക് പോയി തുടങ്ങി. രാവിലെ അവൾ വരുന്നതിന് മുൻപേ അവൻ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങും. നേരത്തെ അവിടെ എത്തണം. അതുപോലെ രാത്രി തിരിച്ചെത്തുമ്പോഴും നേരം വൈകും. അതുകൊണ്ട് തന്നെ പരസ്പരം തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം അവർ 2 പേർക്കും ഉണ്ടായില്ല. പ്രീതയുടെ ഫ്ലാറ്റിലെ ജോലി അവൾ നിർത്തിയോ എന്ന് പോലും അവൻ അറിഞ്ഞില്ല. വിളിച്ചു നോക്കാനാണെങ്കിൽ കയ്യിൽ ഫോൺ നമ്പറും ഇല്ല. അവളുടെ വിവരമൊന്നും അറിയാതെ അവനാകെ വല്ലാതെയായി. അവൾക്കും ആകെ മടുത്തു തുടങ്ങിയിരുന്നു. അവനെ ഒന്ന് കാണാൻ, അവനോടൊന്ന് മിണ്ടാൻ വേണ്ടിയാണ് ഇവിടത്തെ ജോലിക്ക് വരുന്നത്. എന്നിട്ട് ഇതിപ്പോ എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്, എന്തേലും ഒന്ന് മിണ്ടിയിട്ട്. ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു വല്ലാത്ത ക്ഷീണം ജോലിയെടുക്കുമ്പോൾ അവൾക്ക് തോന്നി തുടങ്ങി. ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്തതുപോലെ. വർക്ക്ഷോപ്പിൽ ജോലി ആദ്യമൊക്കെ അവന് അല്പം പ്രയാസമായിരുന്നു. ഇതുപോലെയുള്ള ജോലിയൊന്നും ഇതുവരെ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ടാകണം. എങ്കിലും പണി പഠിച്ചു തുടങ്ങിയപ്പോൾ അവനതൊരു പ്രയാസമായി തോന്നിയില്ല. ഏത് ജോലിയെടുക്കാനുള്ള മനസ്സും അവന് ഉണ്ടായിരുന്നു എന്നതാണ് വേറൊരു കാര്യം. അന്നൊരു ദിവസം ഉച്ചയ്ക്ക് വർക്ക്ഷോപ്പിൽ നിന്നും ചോദിച്ചുകൊണ്ട് അവൻ ഫ്ലാറ്റിലേക്ക് വന്നു. വരുമ്പോൾ ഒരു ചിക്കൻ ബിരിയാണി കൂടി അവൻ വാങ്ങിയിരുന്നു. മുറിയിലെത്തിയ ഉടനെ അവൻ ചെന്നൊന്ന് കുളിച്ചു. വേഗത്തിൽ കുളിച്ചു മാറ്റി അവൻ ചെന്ന് മുറിയുടെ വാതിൽക്കൽ നിന്നു. അവൾ വരുന്നതും നോക്കിയാണ് നിൽപ്പ്. കുറച്ചു കഴിഞ്ഞതും സീതേച്ചിയുടെ ഫ്ലാറ്റിന്റെ വാതിൽ തുറന്നവൾ പുറത്തേക്ക് വന്നു. അതു കണ്ടതും അവൻ വേഗം അകത്തേക്ക് കയറി വാതിലടച്ചു. എന്തിനെന്നറിയാതെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ആ സമയം. പുറത്തിറങ്ങിയ അവൾ ഒരു നിമിഷം അവന്റെ ഫ്ലാറ്റിലേക്കൊന്നു നോക്കി. എന്നത്തെയും പോലെ വാതിൽ അടഞ്ഞു കിടപ്പാണ്. അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. ചുണ്ടുകൾ വിതുമ്പി, കണ്ണുകൾ നിറഞ്ഞു. ഇന്നെന്തായാലും സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ച് നമ്പർ വാങ്ങണം. ചോദിച്ചാൽ ശമ്പളത്തിന്റെ കാര്യം എന്തേലും പറയാനാണെന്ന് പറയാം. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ പതിയെ താഴേക്ക് നടന്നു. കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയതും പിറകിൽ നിന്നും ആരോ വന്ന് കയ്യിൽ പിടിച്ചു. പ്രീതയുടെ ഭർത്താവ് അനിലാകുമെന്ന് കരുതി അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും മുൻപിൽ നിൽക്കുന്നത് അവനാണ്. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നുപോയി. ഇപ്പോൾ കുളിച്ചു വന്നതുകൊണ്ട് തന്നെ അവന്റെ തലമുടിയിൽ ആകെ വെള്ളമാണ്. അതിങ്ങനെ ഒലിച്ചിറങ്ങി ഷർട്ടിന്റെ തോൾഭാഗവും നെഞ്ചുമെല്ലാം നനഞ്ഞിരിക്കുന്നു. അവൾ അവനെ ആദ്യമായി കാണുന്നത് പോലെ നോക്കി നിന്നുപോയി. അവനാകെ ക്ഷീണിച്ചിരിക്കുന്നു. ഒന്നുകൂടി മെലിഞ്ഞതുപോലെ. കണ്ണിന് ചുറ്റും കറുപ്പ് വീണിരിക്കുന്നു. എന്തോ ഒരു ഓർമ്മയിൽ അവൾ അവന്റെ മുഖത്തൂടെ വിരലോടിച്ചു. അതിനൊന്നും എതിര് നിൽക്കാതെ അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ഓരോ ഭാവവും ശ്രദ്ധിച്ചുകൊണ്ട്. അവൾ നന്നേ ക്ഷീണിച്ചതുപോലെ അവന് തോന്നി. യാതൊരു ഉന്മേഷവുമില്ലാതെ വെയിലത്ത് വാടിത്തളർന്നൊരു പൂവ് പോലെ. അവന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. പെട്ടെന്നാണ് അവൾക്ക് ബോധോദയം വന്നത്. അവന്റെ മുഖത്തു നിന്നും കൈയെടുത്തുകൊണ്ട് അവൾ വേഗം തിരിഞ്ഞു നടന്നു. അവൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനൊന്ന് ഞെട്ടി. ഏയ് പാറു, എവിടെ പോവാ? നിന്നേ, ഞാനൊന്ന് ചോദിക്കട്ടെ.
പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് പിറകെ ചെന്നു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. മുൻപോട്ട് നടക്കുകയാണ്. അവൻ വേഗം ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. പാറു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? വന്നേ, എനിക്ക് സംസാരിക്കണം. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല. ഒന്നനങ്ങുക പോലും ചെയ്യാതെ നിന്നിടത്ത് തന്നെ അങ്ങനെ നിന്നു. പാറു, കളിക്കല്ലേ, വാ വന്നേ, എനിക്കിപ്പോ പോകാൻ സമയമാകും. ചെറിയൊരു ബ്രേക്ക് ഉണ്ടാക്കി വന്നതാ, അതും നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. അവൻ പറഞ്ഞതും അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. വാ, അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവന്റെ കൂടെ തിരിഞ്ഞു നടന്നു. അപ്പോഴും അവളുടെ കയ്യിലെ പിടി അവൻ വിട്ടിരുന്നില്ല. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ശേഷമാണ് അവൻ അവളുടെ കയ്യിലെ പിടി വിട്ടത്. അവൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. തിരികെ വരുമ്പോൾ 2 പ്ലേറ്റും ഗ്ലാസും ഉണ്ട് കയ്യിൽ. എന്ത് നോക്കി നിൽക്കുക? ചെന്ന് കൈ കഴുകിയിട്ട് വന്നേ. ഊണ് കഴിച്ചിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ. നേരമില്ല, വേഗം ചെല്ല്. അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. എത്ര നാളായി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അവൾ വേഗം ചെന്ന് കൈ കഴുകി വന്നു. നിന്റെ ചോറ് എവിടെ? എനിക്കത് മതി, നീ ഇതെടുത്തോ. എത്ര ദിവസമായെന്നറിയോ എന്തേലും നന്നായൊന്ന് കഴിച്ചിട്ട്? 3 നേരം ഹോട്ടലിലെ ഫുഡ് കഴിച്ചു മടുത്തു. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ബാഗിൽ നിന്ന് അവളുടെ ചോറ്റുപാത്രവും കറിപ്പാത്രവും എടുത്തു കൊടുത്തു. അവൻ വേഗത്തിൽ അത് തുറന്നു. എവിടെ? ഇന്ന് ചമ്മന്തിയില്ലേ? പാത്രം തുറന്നതും ഉപ്പേരിയും കറിയും മാത്രം കണ്ട് അവൻ ചോദിച്ചു. ഇതൊക്കെയേ ഉള്ളൂ, എനിക്കറിയോ ഇന്ന് വരുന്നത്. അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. അതു കേട്ട് അവന് ചിരി വന്നു. സാരമില്ല, ഇന്നിത് മതി. നാളെ മുതൽ ചമ്മന്തി കൂടി കൊണ്ടുവരണം, കേട്ടല്ലോ. ചോറും നിന്റെ ചമ്മന്തിയും, അതൊരു സൂപ്പർ ഐറ്റമാണ്. പറഞ്ഞുകൊണ്ട് അവൻ കഴിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞതിലെ അർത്ഥം മനസ്സിലാകാതെ അവൾ ചോദിച്ചു. കേട്ടില്ലേ, നിന്റെ ചമ്മന്തിയും ചോറും നല്ല ടേസ്റ്റാണെന്ന്. അവൻ പറഞ്ഞു. അതല്ല, നാളെ മുതൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു. ആ, നാളെ മുതൽ ചോറിന്റെ കൂടെ ചമ്മന്തി കൂടി കൊണ്ടുവരണമെന്ന്. പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി. തന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അവനൊന്ന് ചിരിച്ചു. ഇനി മുതൽ ഞാൻ എന്നും ഊണ് കഴിക്കാൻ വരും. ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ തന്റെ നമ്പർ ഒന്ന് എനിക്ക് തരണം. ഇവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാം, എന്നിട്ട് വന്നാൽ മതി. പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി. ഇപ്പൊ മനസ്സിലായോ? അവൻ ചോദിച്ചു. അവൾ നേർത്തൊരു ചിരിയോടെ തലയാട്ടി. ഹാവു, ഇപ്പോഴാ ഒന്ന് സമാധാനായത്, അവൻ പറഞ്ഞു. അവൾ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. അല്ല, ഇപ്പോഴാണേ ഒന്ന് ചിരിച്ചു കണ്ടത്. ഇത്രയും നേരം ഒരു കൊട്ടക്കണക്കിന് കയറ്റിവെച്ചതല്ലായിരുന്നോ? പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരുരുള അവൻ അവൾക്ക് നേരെ നീട്ടി. അവൾ വാ തുറക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ വാങ്ങിക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു. അവൾ ഒരു നേർത്ത ചിരിയോടെ വാ തുറന്നു. നീ അവിടുത്തെ ജോലി നിർത്തിയില്ലേ? അവൻ ചോദിച്ചു. നിർത്തി, അവൾ പറഞ്ഞു. നന്നായി, ഇനി ആ ഭാഗത്തേക്ക് പോകേണ്ട, കേട്ടല്ലോ. അവനൊരു അധികാരഭാവത്തോടെ തന്നെ പറഞ്ഞതും അവൾക്ക് ചിരി വന്നുപോയി. അവളൊരു മൂളലോടെ തലയാട്ടി. എനിക്കിത് മതി, ബാക്കി ശിവേട്ടൻ എടുത്തോ. കുറച്ച് ബിരിയാണി മാത്രം പ്ലേറ്റിലേക്കിട്ട് ബാക്കി അവന്റെ നേരെ നീക്കി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് വേണ്ട പാറു, നീ കഴിച്ചോ, ഞാനിത് കഴിക്കുന്നുണ്ടല്ലോ. അല്ല, നീയൊന്നും കഴിക്കാറില്ലേ? ഒരുപാട് ക്ഷീണിച്ചു, അവൻ പറഞ്ഞു. കഴിക്കാൻ തോന്നണ്ടേ? ഇയാളെ എത്ര ദിവസമായി കണ്ടിട്ട്? അവൾ പതിയെ പിറുപിറുത്തു. എന്നാൽ അവൻ അത് വ്യക്തമായി കേട്ടു. ഉള്ളിൽ നിന്നും പൊട്ടി വന്ന ചിരി അവൻ അടക്കി നിർത്തി. എനിക്ക് വേണ്ടാത്തതുകൊണ്ടാ, ശിവേട്ടൻ കഴിച്ചോ, അവൾ പറഞ്ഞു. അവൻ അതിനൊന്നും പറഞ്ഞില്ല. അവിടത്തെ ജോലി നിർത്തിയോ ഇല്ലയോന്ന് അറിയാതെ ടെൻഷനിലായിരുന്നു ഞാൻ. ഇന്നെന്തായാലും നിന്റെ ഫോൺ നമ്പർ വാങ്ങി വിളിക്കാനിരിക്കായിരുന്നു ഞാൻ. അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടു കൂർത്തു. വിളിക്കാനിരുന്നതല്ലേയുള്ളൂ, വിളിച്ചില്ലല്ലോ, അവൾ പരിഭവം പറഞ്ഞു. സോറി, എനിക്ക് നമ്പർ വാങ്ങി വിളിക്കാൻ പറ്റിയില്ല. നിനക്കോ? നിനക്കൊന്ന് വിളിക്കാമായിരുന്നല്ലോ, എന്തേ വിളിച്ചില്ല? അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അത് ഞാനും അങ്ങനെ തന്നെയാ. ഇന്ന് നമ്പർ വാങ്ങി വിളിക്കണമെന്ന് വിചാരിച്ചതാ, അവൾ പറഞ്ഞു. ആ, ശരി ശരി, വിശ്വസിച്ചു. അതു കേട്ട് ഒരു ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു. സത്യം, ഞാൻ ശരിക്കും ഇന്ന് വിളിച്ചേനെ. അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കിയൊന്ന് മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു. തന്നെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ കണ്ട തിളക്കം, പിന്നീട് അവിടം നിറഞ്ഞു വന്ന സങ്കടം, അത് താൻ അല്പം മുൻപ് കണ്ടതല്ലേ. ശിവേട്ടൻ നന്നായി ക്ഷീണിച്ചു. അത്രയും ബുദ്ധിമുട്ടാണോ അവിടുത്തെ ജോലി? അത് ചോദിക്കുമ്പോൾ അവൾക്കുള്ളിൽ നിറഞ്ഞു നിന്ന വിഷമം അവന് മനസ്സിലായിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. അത് എന്നെ കാണാതെ കണ്ടപ്പോൾ നിനക്ക് തോന്നിയതാ, അവൻ പറഞ്ഞു.
അല്ല, എനിക്ക് തോന്നിയതൊന്നുമല്ല. ശിവേട്ടൻ ശരിക്കും ക്ഷീണിച്ചു. മര്യാദയ്ക്കൊന്നും കഴിക്കാറില്ലേ? ചോദിച്ചുകൊണ്ട് അവൾ ഒരു ഉരുള ബിരിയാണി അവന് നേരെ നീട്ടി. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. നെഞ്ചിനകത്തൊരു പിടച്ചിൽ, കണ്ണുകൾ നിറഞ്ഞു വരുന്നത് പോലെ. നല്ല ടേസ്റ്റുണ്ട്, കഴിച്ചു നോക്ക്. അവൾ പറഞ്ഞതും അവൻ പതിയെ വാ തുറന്നു. ടേസ്റ്റ് ഇല്ലേ? അവൾ ചോദിച്ചു. ഉണ്ടെന്ന് അവൻ തലയാട്ടി. രാവിലെയും ഉച്ചയ്ക്കും പുറത്തുനിന്ന് കഴിക്കും. പിന്നെ രാത്രി ഞാൻ തന്നെ എന്തേലും ചപ്പാത്തിയോ കഞ്ഞിയോ വെക്കും. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതൊക്കെ മതി. അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അവൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവൾ അവനും വാരിക്കൊടുത്തു. വേണ്ടെന്ന് പറയാൻ അവന് തോന്നിയില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ വാരിക്കൊടുക്കുന്നത് അവൻ കഴിച്ചുകൊണ്ടിരുന്നു. അയ്യോ, സമയായി. അവൻ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പറഞ്ഞു. സംസാരിച്ചിരുന്ന് സമയം പോയത് അവൻ അറിഞ്ഞില്ല. അവർ വേഗം കഴിച്ചെഴുന്നേറ്റു. അവൾ കഴിച്ച പാത്രമെല്ലാം കഴുകി വെച്ചു. അവളുടെ പാത്രം സ്റ്റാൻഡിൽ കമിഴ്ത്തി വെച്ചില്ല, ബാഗിൽ തന്നെ എടുത്തു വെച്ചു. അവൻ റൂമിൽ ലാപ്പിൽ എന്തോ നോക്കുകയാണ്. ആ സമയത്ത് അവൾ വേഗം ചെന്ന് ചൂലെടുത്ത് അകമെല്ലാം അടിച്ചു വാരാൻ തുടങ്ങി. അതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം പാറു, ഇപ്പോൾ നേരമില്ല. വെപ്രാളപ്പെട്ട് അടിച്ചു വാരുന്ന അവളെ കണ്ട് അവൻ പറഞ്ഞു. ദേ കഴിഞ്ഞു, ഇതും കൂടിയേയുള്ളൂ. പറഞ്ഞുകൊണ്ടവൾ വേഗത്തിൽ അടിച്ചു വാരി തീർത്തു. പാറു, ബാഗുമെടുത്ത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. അവൻ കയ്യിൽ പിടിച്ചിരുന്ന ഡയറി മിൽക്ക് അവൾക്ക് നേരെ നീട്ടി. അതുകണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നുപോയി. അവളത് കയ്യിൽ വാങ്ങി അതിലേക്ക് തന്നെ നോക്കി. നാളെ ഇതേ സമയത്ത് ഞാൻ വരാം. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ വിളിച്ചിട്ട് ഇവിടേക്ക് വന്നാൽ മതി. അവളുടെ നെറുകിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ തലയാട്ടി. സൂക്ഷിക്കണം, എനിക്കിപ്പോൾ നീയേ ഉള്ളൂ. അവൻ വീണ്ടും അവളോട് പറഞ്ഞു. പറയുമ്പോൾ അവൻ്റെ സ്വരം വല്ലാതെ നേർത്തിരുന്നു. അവളുടെ കണ്ണുകൾ വിടർന്നുപോയി. അവൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെയൊന്ന് കേൾക്കുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്നിട്ടാണോ ഇവിടുന്ന് പോയാൽ ഇവിടേക്കിനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞത്? ഇവിടെ ആരും ഒന്നുമില്ലെന്ന് പറഞ്ഞത്? നിമിഷ നേരം കൊണ്ട് പെണ്ണിൻ്റെ ഭാവം മാറി. ഇപ്പോൾ അവിടം കുറുമ്പും പരിഭവവുമാണ്. അതൊക്കെ ഉള്ളത് തന്നെയാ. ഇവിടുന്ന് പോയാൽ പിന്നെ ഇവിടേക്ക് വരില്ല. അവിടെയുള്ള നല്ല ഏതേലും പെൺകുട്ടിയെ കെട്ടി അവിടെ തന്നെ അങ്ങ് കൂടും. അവനും അതേ കുറുമ്പോടെ തന്നെ അവളോട് പറഞ്ഞു. പിന്നെ പുറത്തേക്കിറങ്ങി വാതിലടച്ചു. അവളൊന്നും പറഞ്ഞില്ല. മുഖം കൂർപ്പിച്ചു വെച്ച് അങ്ങനെ നിന്നു. ശരി, ഞാൻ പോവുക. പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഡയറി മിൽക്ക് പൊട്ടിച്ച് ഒരു കഷ്ണം അവൻ്റെ വായിലേക്ക് കൂടി വെച്ചു കൊടുത്തു. പിന്നെ നേരെ ലക്ഷ്മിയുടെ ഫ്ലാറ്റിലേക്ക് നടന്നു. അവൾക്ക് പിറകെ അവനും. പിന്നെ ആ 500 രൂപ ഇപ്പൊ വേണ്ടാലോ അല്ലേ? കുറച്ചു ദിവസം കൂടി ആ കടം അങ്ങനെ അങ്ങ് നിൽക്കട്ടെ അല്ലേ? അവൻ ചോദിച്ചു. അവൾ അതിനൊന്നും പറഞ്ഞില്ല. നേർത്തൊരു ചിരി അവളുടെ ആ കുഞ്ഞു ചുണ്ടിൽ അങ്ങനെ മിന്നി മാഞ്ഞു. കോളിംഗ് ബെൽ അടിച്ച് ലക്ഷ്മി വന്ന് വാതിൽ തുറന്നതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവളെയും നോക്കി സ്റ്റെയറിൻ്റെ അവിടെ അവൻ നിൽപ്പുണ്ട്. അവൻ കൈവീശി പോകുകയാണെന്ന് പറഞ്ഞതും നേരത്തെ ഉണ്ടായിരുന്ന ഗൗരവം മാറി അവളും ചിരിച്ചുപോയി. ദിവസങ്ങൾ പതിയെ കടന്നുപോയി. ഞായറാഴ്ച ഒഴികെ എന്നും ഉച്ചയ്ക്ക് അവൻ വരും. വരുമ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങും. അതവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കും. അന്നൊരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഫ്ലാറ്റിലേക്ക് വരികയായിരുന്നു അവൻ. ഒരു ചിക്കൻ ബിരിയാണിയും വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഫ്ലാറ്റിൽ എത്തുന്നതിന് മുൻപേ അവൻ അവളെ ഫോൺ വിളിക്കും. അന്നും ഫോൺ വിളിച്ചു, പക്ഷെ എടുക്കുന്നില്ല. ഒത്തിരി വട്ടം വിളിച്ചു, എടുക്കുന്നേയില്ല. എന്തിനെന്നറിയാതെ അവൻ ആകെ ഒരു വെപ്രാളം തോന്നി. ഇനി ഫോൺ എങ്ങാനും സൈലന്റിലായി കാണുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ ഫോൺ എടുത്ത് നോക്കേണ്ടതാണല്ലോ. ചോദ്യവും ഉത്തരവും അവൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ഫ്ലാറ്റിൽ ചെന്ന് വാതിൽ തുറന്ന് വാതിൽക്കൽ തന്നെ അങ്ങനെ നിന്നു. അകത്തേക്ക് കയറാൻ അവന് തോന്നിയില്ല. അവൻ വീണ്ടും അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. അപ്പോഴും കോൾ പോകുന്നുണ്ട്, എടുക്കുന്നില്ല. അവളിപ്പോൾ ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ സീതയുടെ ഫ്ലാറ്റിന്റെ വാതിലിലേക്കും നോക്കി അങ്ങനെ നിന്നു. നേരം കുറച്ചുകൂടി മുൻപോട്ട് പോയെന്നല്ലാതെ ആ വാതിൽ തുറക്കപ്പെട്ടില്ല. പിന്നെ അവനൊന്നും ആലോചിച്ചില്ല. നേരെ അവിടേക്ക് നടന്നു. കോളിംഗ് ബെൽ അടിച്ചതും സീത വന്ന് വാതിൽ തുറന്നു. ആ, ഇതാര്? ശിവജിത്തോ? എന്തായിരുന്നു? അവരവനെ കണ്ടതും ചോദിച്ചു. പാർവതി ഉണ്ടോ ഇവിടെ? അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇവിടത്തേത് കഴിഞ്ഞിട്ട് മതി, അവൻ പറഞ്ഞു. അതിന് പാർവതി ഇവിടെ ഇല്ലല്ലോ. ഇവിടുന്ന് പോയിട്ട് കുറച്ചു നേരായി, അവർ പറഞ്ഞു. ശരി, ഞാൻ എന്നാ ചെല്ലട്ടെ. പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നതും അവരവനെ ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് കടന്ന് വാതിലടച്ചു. അവനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. വല്ലാത്ത വെപ്രാളം പോലെ. നെഞ്ചിനകത്തൊരു വേദന, എന്തെന്നില്ലാത്തൊരു പേടിയും അവനിൽ പിടിമുറുക്കി. അവൻ വീണ്ടും അവളുടെ നമ്പറിലേക്ക് വിളിച്ചു.
എടുക്കുന്നില്ല. പെട്ടെന്ന് അവൻ എന്തോ ഓർത്തതുപോലെ താഴേക്ക് ഓടിയിറങ്ങി. അവൻ നേരെ ചെന്നത് പ്രീതയുടെ ഫ്ലാറ്റിലേക്കാണ്. ഒരു കിതപ്പോടെ അവൻ അവിടെ ചെന്നു നിന്നു. ബെല്ലടിക്കുന്നതിനു മുൻപേ എന്തോ തോന്നി അവൻ വീണ്ടും അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. കോൾ പോകുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ അത് ശ്രദ്ധിച്ചത്. എവിടെ നിന്നോ അവളുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് പോലെ നേർത്തൊരു ശബ്ദം. അവനൊന്ന് ഞെട്ടി. അവൻ ആ വാതിലിലേക്ക് ചെവി ചേർത്ത് വെച്ചു. ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായി ആ ശബ്ദം കേൾക്കാം. അതെ, ആ ഫ്ലാറ്റിനകത്ത് നിന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചുകൊണ്ടിരുന്നു.